വോയിസ് ഓഫ് വേൾഡ് യൂട്യൂബ് വ്യൂവേഴ്സിന് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് ഇവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത് എങ്ങനെ വാട്സപ്പിന് വേണ്ടി ഫേക്ക് നമ്പർ ഉണ്ടാക്കാം എന്നതാണ്. എല്ലാവരും ഈ വീഡിയോ മുഴുവനായിട്ടും കാണുക, എന്നാൽ എല്ലാവർക്കും മനസ്സിലാവും എങ്ങനെയാണ് ഫേക്ക് നമ്പർ ഉണ്ടാക്കാൻ പറ്റുക എന്ന്. ഓക്കെ, ഞാൻ അതിനായിട്ട് ഒരു ആപ്ലിക്കേഷൻ പരിചയപ്പെടുത്തുന്നതിന് മുമ്പ് ഒരു ചെറിയ കാര്യം പറയാം. ഈ ഫേക്ക് നമ്പർ യൂസ് ചെയ്യുന്നത് ലീഗൽ അല്ല, ഇല്ലീഗലാണ്. അതേപോലെ ഇത് വാട്സപ്പ് അഡ്മിൻസ് ശ്രദ്ധിക്കുക. ഇങ്ങനെയുള്ള ഫേക്ക് നമ്പറുകൾ വരുമ്പോൾ ലിങ്ക് വഴി ഷെയർ ചെയ്യുന്ന ഗ്രൂപ്പുകളിലാണ് കൂടുതലായിട്ടും ഇതുപോലുള്ള ഫേക്ക് നമ്പറുകൾ കാണപ്പെടുക. ഇങ്ങനെയുള്ള ഫേക്ക് നമ്പറുകൾ ഗ്രൂപ്പുകളിൽ ഉണ്ടെങ്കിൽ നിലനിർത്തരുത്, അവരെ റിമൂവ് ചെയ്ത് ഒഴിവാക്കേണ്ടതുണ്ട്. കാരണം ഈ ഫേക്ക് നമ്പേഴ്സിൻ്റെ ലക്ഷ്യങ്ങൾ ദുരുദ്ദേശപരമായിട്ടുള്ള കാര്യങ്ങൾ ഷെയർ ചെയ്യുക എന്നതാണ്. ഒന്ന് വൈറസ്, അല്ലെങ്കിൽ അഡൽട്ട് ഓൺലി വീഡിയോസ്, അല്ലെങ്കിൽ കോണ്ടാക്ട്സ്, അവരുടെ ഭാഷയിൽ പറയും ബോംബെന്ന്, ഫോൺ ഹാങ് ആവുന്ന തരത്തിലുള്ള പല കാര്യങ്ങളും ഷെയർ ചെയ്യുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് അവർ വരുന്നത്. അപ്പോൾ അവരെ റിമൂവ് ചെയ്യുക എന്നത് നിർബന്ധമാണ്. പിന്നെ അതുപോലെ ഈ വീഡിയോ കണ്ടിട്ട് ആരെങ്കിലും ഫേക്ക് നമ്പർ ഉണ്ടാക്കിയിട്ട് ഗ്രൂപ്പുകളിൽ ഷെയർ ചെയ്യുകയോ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ ഈ വോയിസ് ഓഫ് വേൾഡിൻ്റെ യൂട്യൂബ് ചാനലോ ഞാനോ ഉത്തരവാദി ആയിരിക്കില്ല എന്ന് ഒരു അഭ്യർത്ഥന കൂടിയുണ്ട്. ഇനി അടുത്തതായിട്ട് നമുക്ക് ഫേക്ക് നമ്പർ ഉണ്ടാക്കേണ്ട ആപ്ലിക്കേഷനിലേക്ക് പോകേണ്ടതുണ്ട്. നെക്സ്റ്റ് സ്റ്റെപ്പായിട്ട് നമുക്ക് നേരിട്ട് പ്ലേ സ്റ്റോറിലേക്ക് പോകാം. പ്ലേ സ്റ്റോറിൽ പോയി കഴിഞ്ഞാൽ സെക്കൻഡ് ഫോൺ നമ്പർ എന്ന ആപ്ലിക്കേഷൻ ഇവിടെ ഡയൽ ചെയ്യുക. അതിനുശേഷം ഇങ്ങനെ ഒരു സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷൻ വരുന്നതായിരിക്കും. ആപ്ലിക്കേഷൻ വന്നു കഴിഞ്ഞാൽ അത് നേരിട്ട് നിങ്ങൾ ഇൻസ്റ്റാൾ എന്ന ഓപ്ഷൻസിലേക്ക് കൊടുക്കുക. ഇൻസ്റ്റാൾ ആകേണ്ടതുണ്ട്. ഇൻസ്റ്റാൾ ആകുന്നത് വരെ ചെറിയൊരു ഫ്യൂസ് ഞാൻ ഇവിടെ കൊടുക്കുകയാണ്. ഇത് ഇൻസ്റ്റാൾ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി നമുക്ക് ഇൻസ്റ്റാളിങ് കാണിക്കുകയാണ്. ഇനി ഇത് ഓപ്പൺ ചെയ്യാൻ നമുക്ക് ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. ഇനി ഓപ്പൺ ചെയ്യുമ്പോൾ വിൻഡോ ഓപ്പൺ ആകുന്നുണ്ട്. നെവർ ആസ്ക് അഗെയിൻ എന്ന് കൊടുക്കുക. ചേഞ്ച് പെർമിഷൻ ഇൻ യുവർ നെക്സ്റ്റ് സ്റ്റെപ്പ് വെൽക്കം ടു ലാൻഡ് ലൈൻ. ഇനി ഗെറ്റ് എ ഫ്രീ നമ്പർ എന്നാണുള്ളത്. പിന്നെ ഓൾറെഡി ഹാവ് ആൻ അക്കൗണ്ട് എന്നാണ് ചോദിക്കുന്നത്. ലോഗിൻ ഉണ്ടെങ്കിൽ, അക്കൗണ്ട് ഉണ്ടെങ്കിൽ ലോഗിൻ ചെയ്യുക, ഇല്ലെങ്കിൽ ഗെറ്റ് എ ഫ്രീ നമ്പറിൽ നിന്ന് കൊടുക്കുക. അപ്പോൾ നമുക്ക് പുതിയൊരു മെയിൽ ഐ ഡി ചോദിക്കുന്നുണ്ട്. ഞാൻ മെയിൽ ഐ ഡി അടിക്കുകയാണ്. ഞാൻ nitu.2@gmail.com കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വോയിസ് അടുത്തതായിട്ട് ഞാൻ ലോഗിൻ ചെയ്യാണ്, സൈനപ്പ് ചെയ്യുകയാണ്. ക്രിയേറ്റ് അക്കൗണ്ട് ഉണ്ടാക്കിയിട്ടുണ്ട്, അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. സേവ് പാസ്വേഡ് കൊടുക്കാൻ ഞാൻ സേവ് പാസ്വേഡ് കൊടുത്തു. ഇനി കുറച്ച് അലോ കൊടുക്കേണ്ടതുണ്ട്. എല്ലാം അലോ കൊടുക്കുക. സെക്കൻഡ് ലൈനിന് ഞാൻ എല്ലാം അലോ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പുതിയൊരു നമ്പർ ഉണ്ടാക്കാം. പല കോഡുകളിലായിട്ടാണ് ഇത് വരുന്നത്. എൻ്റർ യുവർ ഏരിയ കോഡ് എന്ന സ്ഥലത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഏത് ഏരിയ കോഡും കൊടുക്കാം. കോഡ് അടിച്ച് നോക്കാം. അവൈലബിൾ എൻട്രി കോഡാണെങ്കിൽ കാണിക്കും അവൈലബിൾ എന്ന്. ഇത് ഞാനിപ്പോൾ 125 എൻ്റർ ചെയ്തത് അവൈലബിൾ അല്ല, ഇൻവാലിഡ് ഏരിയ കോഡ് കൊടുത്തിട്ടുണ്ട്. ഇനി അവൈലബിൾ ഞാൻ 323 കൊടുക്കുകയാണ്. എന്നിട്ട് ഞാൻ കണ്ടിന്യൂ ചെയ്യാണ്. കണ്ടിന്യൂ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് ഓപ്ഷൻസ് വരും, നമ്പേഴ്സ്. ഏത് നമ്പർ ഇഷ്ടമുള്ളത് അത് സെലക്ട് ചെയ്യാൻ ഞാൻ ലാസ്റ്റിലത്തെ ഒരു നമ്പർ സെലക്ട് ചെയ്തിട്ടുണ്ട്. കണ്ടിന്യൂ കൊടുക്കുകയാണ്. ഇനി കണ്ടിന്യൂ കൊടുത്തതിന് ശേഷം നമുക്ക് അലോ കൊടുക്കുക. റിസീവ് കോളിലാണ് ചോദിക്കുന്നത്. ഞാൻ അലോ കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമുക്ക് ഈ നമ്പർ ഏതാണ് കിട്ടിയതെന്ന് നമുക്ക് നോക്കേണ്ടതുണ്ട്. നമ്മൾ സ്റ്റാർട്ടിങ് കോൾ കൊടുക്കുന്നതിന് മുമ്പ് ഞാൻ ഈ നമ്പർ ഏതാണോ നമുക്ക് കിട്ടിയത് നോക്കാം. ഈ നമ്പറാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്, 3238803068. അപ്പോൾ ഞാനിത് ഫുൾ നമ്പർ എനിക്ക് കിട്ടണം. അതുകൊണ്ട് ഞാൻ അക്കൗണ്ടിലേക്ക് പോയിട്ടുണ്ട്. സെറ്റിങ്സിൽ പോയിട്ട് അക്കൗണ്ടിലേക്ക് പോയി. അപ്പോൾ എനിക്ക് കിട്ടിയ നമ്പർ +1 കാണുന്നുണ്ടാവും എല്ലാവരും. +1 323 88 0 30 68 കിട്ടിയത്. ഈ നമ്പർ ഇവിടെ നിൽക്കട്ടെ. ഇനി നേരിട്ട് നമുക്ക് വാട്സപ്പിൽ പോകാം. എങ്ങനെ വാട്സപ്പിൽ നമുക്ക് ഈ നമ്പർ ചേഞ്ച് ചെയ്യാമെന്ന്, അല്ലെങ്കിൽ പുതിയത് ഉണ്ടാക്കാമെന്നാണ്. ഞാൻ ഈ നമ്പർ ഉദ്ദേശിക്കുന്നത് വാട്സപ്പിൽ ചേഞ്ച് ചെയ്യാനാണ്. പുതിയത് ഈ നമ്പർ വെച്ച് ഞാൻ ക്രിയേറ്റ് ചെയ്യുന്നില്ല. കാരണം എനിക്ക് സ്പേസ് ഇല്ല, 2 വാട്സപ്പ് ഓൾറെഡി യൂസ് ചെയ്യുന്നതുകൊണ്ട്
ഇപ്പം ഞാനിത് ഓൾറെഡി ചേഞ്ച് ചെയ്യാണ്. അക്കൗണ്ട് ആൻഡ് ചേഞ്ച് നമ്പർ നെക്സ്റ്റ് കൊടുക്കുക. നെക്സ്റ്റ് കൊടുത്തതിന് ശേഷം നമ്മുടെ ആദ്യത്തെ നമ്പർ ഏതാണോ അത് കൊടുക്കുക. ആദ്യത്തെ നമ്പർ ഞാൻ ഓൾറെഡി ഫേക്ക് നമ്പർ ആയതുകൊണ്ട് ആ ഫേക്ക് നമ്പർ തന്നെ ഞാൻ കൊടുക്കുകയാണ്. 7978769 ആദ്യത്തെ നമ്പർ കൊടുത്തു. ഇനി പുതിയ നമ്പറാണ് നമുക്ക് കൊടുക്കേണ്ടത്. അടുത്തതായിട്ട് നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്ത പുതിയ നമ്പർ കൊടുത്തിരിക്കുകയാണ്. 323-880-3068 അത് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇനി ഡൺ അടിക്കുകയാണ്. ഈ നമ്പർ നിലവിൽ ഉള്ളതാണെങ്കിൽ കിട്ടില്ല, നിലവിൽ ഇല്ലെങ്കിൽ ഇത് നിലവിൽ സെൻഡ് SMS പ്ലീസ് ചെക്ക് യുവർ ഫോൺ നമ്പർ. ഇത് ഓൾറെഡി നിലവിലില്ല ഈ നമ്പർ. അതുകൊണ്ട് തന്നെ നമുക്ക് കോൾ മീ എന്ന ഓപ്ഷൻ കൊടുക്കുക. മെസ്സേജ് ഒരിക്കലും വരില്ല. കോൾ മീ ബട്ടണാണ് അമർത്തേണ്ടത്. കോൾ മീ ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ കോൾ വരാൻ സാധ്യതയുണ്ട്. ഇതുവരെ കോളൊന്നും വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, സാധാരണയായിട്ട് കോൾ വരുന്നതാണ്. ഇനി കോൾ വരാത്തതുകൊണ്ട് ഈ ആപ്ലിക്കേഷനിൽ പോവുക. ആപ്ലിക്കേഷനിൽ പോയിട്ട് കൺവെർസേഷൻ നോക്കുക. കൺവെർസേഷനിൽ നോക്കിയിട്ട് ഒന്നും വന്നിട്ടില്ല. ഇത് ഷെയർ ചോദിക്കുന്നുണ്ട്, ഷെയർ ചെയ്യാൻ നമ്പർ ചോദിക്കുന്നുണ്ട്. ആ നമ്പർ ഷെയർ ചെയ്യണ്ട. ഇനി വീണ്ടും നമുക്ക് വാട്സപ്പിൽ പോവുക. വാട്സപ്പിൽ പോയിട്ട് നമ്മൾ വീണ്ടും കോൾ മീ ഇതുവരെ വരാത്തത് കൊണ്ടാണ് ഇതിങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത്. 1 മിനിറ്റ് കൂടി ബാക്കിയുണ്ട്. അതുവരെ കാത്തിരിക്കേണ്ടതുണ്ട്. ഇതുവരെ കോളൊന്നും വന്നിട്ടില്ല. ഇതായി ഇപ്പോൾ ഓൾറെഡി നമുക്ക് കോളല്ല വോയിസ് മെസ്സേജ് വന്നിട്ടുണ്ട്. ഇനി ഈ വോയിസ് മെസ്സേജ് എന്താണെന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. Your verification code is 1800334. Your verification code is നമ്മുടെ വെരിഫിക്കേഷൻ കോഡാണ് നമുക്ക് വോയിസ് മെസ്സേജ് ആയിട്ട് വന്നത്. സാധാരണയായിട്ട് അവർ കോൾ ചെയ്യും, ഇല്ലെങ്കിൽ അവർ വോയിസ് മെസ്സേജ് ആയിട്ട് നമ്മുടെ ആപ്ലിക്കേഷനിലേക്ക് ഈ S2 Dial എന്ന ആപ്ലിക്കേഷനിലാണ് ഈ വോയിസ് മെസ്സേജ് വന്നിട്ടുള്ളത്. അതിൻ്റെ ഇൻബോക്സിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം ഇതിൻ്റെ വോയിസ് മെസ്സേജ്. ഇനി നേരിട്ട് നമ്മൾ വാട്സപ്പിൽ വീണ്ടും പോവുകയാണ്. വാട്സപ്പിൽ വീണ്ടും പോയിട്ട് ഈ കോഡ് നമ്മൾ അടിക്കുകയാണ്. 1800034 എന്ന നമ്പർ കൊടുത്തിരിക്കുകയാണ്. ഇനി നമ്മുടെ നമ്പർ ഓൾറെഡി ചേഞ്ച് ആയിട്ടിരിക്കുകയാണ്. യുവർ ഫോൺ സക്സസ്ഫുള്ളി ചേഞ്ചായി. ഇനി നമ്മുടെ പുതിയ നമ്പറാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ പഴയ നമ്പർ ഓൾറെഡി എല്ലാ ഗ്രൂപ്പിൽ നിന്നും ലെഫ്റ്റ് ആയിട്ടുണ്ടാവും. പുതിയ നമ്പറിലേക്ക് നമ്മൾ കയറിയിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ വീണ്ടും നമ്മൾ നമ്മുടെ ആപ്ലിക്കേഷനെ പറ്റി കുറച്ചും കൂടി ഒന്ന് വിശദമാക്കേണ്ടതുണ്ട്. ഈ ആപ്ലിക്കേഷൻ ഗെറ്റ് പ്രീമിയം, ഈ പ്രീമിയം ആണെങ്കിൽ ഈ നമ്പർ നമുക്ക് നിലവിലുണ്ടാവും. ഇല്ലെങ്കിൽ ഇത് റിലീസാവും. ഒരു 10-12 ദിവസം കൊണ്ട് ഇത് റിലീസാവുന്നതായിരിക്കും. ഈ നമ്പർ നമുക്ക് നഷ്ടപ്പെടും. അല്ലെങ്കിൽ ഇത് പ്രീമിയം ആക്കണമെങ്കിൽ ചാർജ് മന്ത്ലി 12 ദിർഹംസ് ആണ്, ഇയർലി 120 ദിർഹംസ് ആണ്. ഇനി അത് പ്രീമിയം ആക്കാതെ നമുക്ക് ഈ നമ്പർ നിലനിർത്തണമെങ്കിൽ നിങ്ങൾ ആർക്കെങ്കിലും ഇതിൽ മെസ്സേജ് ചെയ്യേണ്ടതുണ്ട്. ഏതെങ്കിലും ഒരു നമ്പറിലേക്ക് നമുക്ക് മെസ്സേജ് ഇങ്ങനെ ജസ്റ്റ് കോണ്ടാക്ട്സ് കൊടുക്കുക. 1 മിനിറ്റ്. ഏതെങ്കിലും ഒരു കോണ്ടാക്ട്സിലേക്ക് നമുക്ക് ഫേക്ക് നമ്പർ തന്നെ മതി. ഏതെങ്കിലും ഒരു ഫേക്ക് നമ്പറിലേക്ക് സെർച്ച് 12 ഫേക്ക് നമ്പറിലേക്ക് മെസ്സേജ് അയക്കാം. നോട്ട് ഡെലിവേർഡ്, ഇതുവരെ പോയിട്ടില്ല മെസ്സേജ്. കാരണം ഇവരൊന്നും ഈ നമ്പർ ഫേക്ക് അല്ല, അല്ലെങ്കിൽ ഇതുപോലത്തെ ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുന്നില്ല. ഇതുപോലെയുള്ള ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുന്നവർക്ക് ഈ നമ്പർ അയക്കണം എന്നാണ്. ഇനി അടുത്തതായിട്ട് നമുക്ക് നമ്മുടെ വാട്സപ്പിൽ നമ്മൾ ഓൾറെഡി ചെയ്ത് കഴിഞ്ഞു. നമ്പർ ഫേക്ക് ഓൾറെഡി മാറ്റി കഴിഞ്ഞു. ഇനി നമുക്ക് നേരിട്ട് നമ്മുടെ നമ്പർ എങ്ങനെ നിലനിർത്താം എന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. ഇനി എല്ലാവർക്കും ഈ വീഡിയോ ഉപകാരപ്പെട്ടിട്ടുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി എല്ലാവർക്കും ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഷെയർ ചെയ്യുക ഈ വീഡിയോ. അതുപോലെ തന്നെ വോയിസ് ഓഫ് വേൾഡിൻ്റെ യൂട്യൂബ് ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. വോയിസ് ഓഫ് വേൾഡിന് വീഡിയോ തയ്യാറാക്കിയത് നിസാർ വടകര. എല്ലാവർക്കും അടുത്ത വീഡിയോ വരുന്നത് വരെ ഗുഡ് ബൈ.